വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 16 ഒക്ടോബർ 2018 നടന്ന ചോദ്യ പേപ്പർ, അതിലെ ജനറൽ സയൻസ് അതുപോലെ ജനറൽ അവയർനെസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയുള്ള ജനറൽ സയൻസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറയുന്ന ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ അമംഗ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ചിപ്കോ മൂവ്മെൻറ്റ്, അല്ലെ, ഫേമസ് ആയ ചിപ്കോ മൂവ്മെൻറ്റുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രമൺ മാഗ്സസെ അവാർഡ് ജേതാവായിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സുന്ദർലാൽ ബഹുഗുണയെ എല്ലാവർക്കും ഓർമ്മ കാണും. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായ മറ്റൊരു വ്യക്തിയാണ് ആര്, ചാന്ദ് പ്രസാദ് ഭട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ചാന്ദ് പ്രസാദ് ഭട്ടാണ് ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്സസെ അവാർഡൊക്കെ കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഉത്തരാഖണ്ഡ്, ഇന്നത്തെ ഉത്തരാഖണ്ഡ് അന്നത് ഉത്തർപ്രദേശ് ആയിരുന്നു. കാരണം വർഷം 1973 ആണ്. സോ ഈ 1973 വർഷത്തിൽ നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഈ പറയുന്ന റാണി എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ടായിരുന്നു. റാണി അവിടുത്തെ എന്താണ്, നമ്മുടെ ഉത്തർപ്രദേശിലെ ചമോലി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഗാർവാൾ റീജിയണിൽ ഈ പറയുന്ന കോൺട്രാക്ടർമാർ എന്ത് ചെയ്യുന്നു, മരങ്ങൾ വ്യാപകമായിട്ട് മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വന്നൊരു പ്രക്ഷോഭമാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചിപ്കോ ആന്തോളൻ എന്നും പറയും. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇത് ലോഞ്ച് ചെയ്തതായി പറയപ്പെടുന്നത്. ഒന്ന് ചാന്ദ് പ്രസാദ് ഭട്ട്, നമ്മളിപ്പോൾ പറഞ്ഞു. മറ്റൊരു വ്യക്തിയാണ് ആര്, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. ഇവർ ജനങ്ങളെ, ആ നാട്ടിലെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അതുപോലെ സ്ത്രീകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, ഒരു പ്രക്ഷോഭം നടത്തി. അതായത് അവർ മരത്തെ എന്ത് ചെയ്തു, ഇങ്ങനെ മുറിക്കാൻ വരുന്നപ്പോഴത്തേക്കും മരത്തിനെ എന്ത് ചെയ്തു, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. എന്നപ്പോൾ മരം മുറിക്കുകയാണെങ്കിൽ ആളെ ചേർത്ത് മുറിക്കേണ്ടി വരും. അങ്ങനെ അതൊരു മാസമായിട്ടുള്ള പ്രൊട്ടസ്റ്റായിട്ട് മാറുകയും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അറ്റൻഷൻ കിട്ടുകയും അവിടുത്തെ ആ പറയുന്ന പ്രോസസ്സ് അവർ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രക്ഷോഭങ്ങളും നമ്മുടെ ഇന്ത്യയിലെ കർണാടകയിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം, കർണാടകയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ പേര് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൂ ഈസ് ദ ചീഫ് എഡിറ്റർ ഓഫ് ദ ന്യൂസ് ചാനൽ ടൈംസ് നൗ? ടൈംസ് നൗ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ ആരാണ്? അത് രാഹുൽ ശിവശങ്കറാണ്. എന്താണ്, ടൈംസ് നൗവിൻ്റെത്. അർണബ് ഗോസ്വാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിപ്പോർട്ടർ ചാനലാണ്, അല്ലേ, റിപ്പോർട്ടർ അല്ല, റിപ്പബ്ലിക് ചാനലാണ്. രവീഷ് കുമാറും സോണിയ സിംഗും NDTVയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ജസ്റ്റ് ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർണബ് ഗോസ്വാമി നിങ്ങൾക്ക് അറിയാം, എന്താണ്, റിപ്പബ്ലിക് TVയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോണിയ സിംഗ് NDTVയുടെ എഡിറ്ററാണ്. മറ്റേ ഈ പറയുന്ന രവീഷ് കുമാർ എന്ന് പറയുന്നത് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററും ആണ്. അടുത്ത, വാട്ട് ഈസ് മിക്സിങ് ആൻ ആസിഡ് വിത്ത് വാട്ടർ? ആസിഡിനെ വെള്ളവുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? ഡൈല്യൂഷൻ ആണോ, ന്യൂട്രലൈസേഷൻ ആണോ, അസിഡിഫിക്കേഷൻ ആണോ, കോൺസെൻട്രേഷൻ ആണോ? സിമ്പിളാണ്, അല്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്, ഡൈല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ആസിഡിനെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തുള്ള കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ഡൈല്യൂഷൻ എന്നാണ്. ന്യൂട്രലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു ആസിഡും അതുപോലെ തന്നെ ബേസും തമ്മിൽ നടക്കുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ. അതിൻ്റെ ഫലമായിട്ട് വാട്ടറും സോൾട്ടുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂട്രലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മണ്ണിനകത്തുള്ള ആസിഡിക് കണ്ടൻറ്റ് കൂടുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ആസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ വാസ് റിട്ടൺ ബൈ ലോക്മാന്യ തിലക്? ഓക്കെ, ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ പത്രം ഏതാണ്? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേസരിയാണ് പത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബംഗാളി, യുഗാന്തർ, അതുപോലെ ഇത് അമൃത് ബാസാർ പത്രികയാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെയും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബാലഗംഗാധര തിലക്, ലോകമാന്യ ബാലഗംഗാധര തിലക് എന്നൊക്കെ പറയും. അദ്ദേഹം 1881 സ്റ്റാർട്ട് ചെയ്ത പത്രമാണ് എന്ത്, കേസരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു പത്രം കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ബംഗാളി എന്ന പത്രം 1879 സ്റ്റാർട്ട് ചെയ്തത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ യുഗാന്താർ എന്ന പത്രിക, ഓക്കെ, യുഗാന്താറാണ്, യുഗാന്താറാണ് 1906 ആരംഭിക്കുന്ന ആരാണ്, ബരീന്ദ്രകുമാർ ഘോഷും അഭിലാഷ് ഭട്ടാചാര്യയും ഭൂപേന്ദ്രനാഥ് ദത്തും കൂടി ചേർന്നിട്ടാണ് യുഗാന്താർ പത്രിക 1906 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അമൃത ബാസാർ പത്രിക സ്റ്റാർട്ട് ചെയ്യുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും കൂടിയാണ്. 1868 പത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പത്രങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അടങ്ങുന്ന ഒരു ക്ലാസ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് വോൺ ദ മെജോറിറ്റി ഓഫ് സീറ്റ് ഇൻ 2017, അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ഉത്തരം BJP ആണ്.
ഇനി ബാരോമീറ്റർ പ്രഷറാണ് അളക്കുന്നതെങ്കിൽ ബാരോമീറ്റർ ഈസ് റിലേറ്റഡ് ടു പ്രഷർ ഇൻ ദ സെയിം വേ സീസ്മോഗ്രാഫ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ബാരോമീറ്റർ പ്രഷർ അളക്കുന്ന ആണെങ്കിൽ സീസ്മോഗ്രാഫ് എന്തിനാണ്? അത് ഭൂകമ്പം അളക്കാനാണ്, എർത്തുകേക്ക് അളക്കാനാണ് അല്ലേ. ഹ്യൂമിഡിറ്റി അളക്കുന്നത് ഹൈഗ്രോമീറ്ററും ടെമ്പറേച്ചർ അളക്കുന്നത് തെർമോമീറ്ററും ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബാരോമീറ്റർ എന്ന് പറയുന്നത് പ്രഷർ പഠിച്ചു വെച്ചോളണം. സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് ഭൂകമ്പം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി ഹൈഗ്രോമീറ്റർ ആണ്, ടെമ്പറേച്ചർ അളക്കാൻ തെർമോമീറ്റർ ആണ്. വണ്ടികളിൽ കാണുന്ന ഓഡോമീറ്റർ എന്നതാണ് ഡിസ്റ്റൻസ് ട്രാവൽ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആണ്. അടുത്ത് എമ്മി അവാർഡ് സീൻ ഇൻ ദ ന്യൂസ് ആർ പ്രസൻറ്റഡ് ഫോർ എക്സലൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് അല്ലേ. എമ്മി അവാർഡ്സ് ഇന്ത്യയല്ല USA കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ടെലിവിഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡാണ് എമ്മി അവാർഡ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എക്സലൻസ് ഇൻ ടെലിവിഷൻ ഇൻഡസ്ട്രി. അവസാനം കൊടുത്തത് 2024 സെപ്റ്റംബർ 17 അന്ന് നടന്നത് 76ാമത്തെ എമ്മി അവാർഡാണ്. അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്രാമ എന്ന അവാർഡ് കിട്ടിയത് ഷോഗൺ എന്ന പ്രോഗ്രാമിനാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് കോമഡി സീരീസ് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയത് ദ ബെയർ എന്ന് പറയുന്ന സീരീസിനാണ്. അപ്പോൾ എമ്മി അവാർഡ് അവസാനം നടന്നത് എത്രയാണ്? 76ാമത്തെ എമ്മി അവാർഡ്സ് ആണ് നടന്നത് 2024. അത് കറണ്ട് അഫെയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മെറ്റൽ ദാറ്റ് നീഡ് ടു ബി സ്റ്റോർഡ് അണ്ടർ ഓയിൽ. ഓയിലിൽ സ്റ്റോർ ചെയ്യുന്ന മെറ്റൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഗോൾഡും നമ്മൾ ഓർണമെൻ്റ് ആണ്, അയണും പുറത്തിരിക്കും, സിൽവറും പുറത്തിരിക്കും. പക്ഷേ നമ്മൾ പുറത്ത് കാണാത്തൊരു സാധനം പൊട്ടാസ്യം ആണ്. അപ്പോൾ ഓയിലിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കറോസിനിൽ സൂക്ഷിക്കുന്നതൊക്കെ ചോദിച്ചാൽ ഉത്തരം പൊട്ടാസ്യവുമാണ്. ഇനി പൊട്ടാസ്യം അല്ല ഓപ്ഷനിൽ സോഡിയം ഉണ്ടെങ്കിൽ അതും കറക്റ്റാണ്, ലിഥിയവും പറയാം. കാരണം ഇവർ 3 പേരും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ്, എസ്പെഷ്യലി മെറ്റലുകളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് തീ പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഓയിലിൽ സൂക്ഷിക്കുന്നത്. ആരൊക്കെ? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം പോലെയുള്ള അവരെന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. മെറ്റൽസ് പഠിക്കുമ്പോൾ നമ്മളത് പറയും. ഓക്കെ, ഇനി മോഷൻ ഓഫ് എ ബോഡി വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ സർക്കുലർ പാത്ത്. ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കുലർ പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. കാരണം കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ യൂണിഫോം സർക്കുലർ മോഷൻ? ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് സ്പീഡാണ്. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ഇനി ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്നത് എന്താണ്? ഒരേ സ്പീഡിലല്ല, ചേഞ്ചിങ് സ്പീഡിലാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. ഇനി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് സർക്കിൾ ആണെന്ന് മാത്രം പറഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെൻഡുലം മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ദാറ്റ് റിപ്പീറ്റ് അറ്റ് എ റെഗുലർ സൈക്കിൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, the Indian government launched which scheme that aims to reduce expenditure by the patients on treatment of cancer and cardiovascular diseases. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആയുഷ് ആണ്. ഓക്കെ, ആയുഷാണ് ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആയുഷ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ്. 5 ലക്ഷം രൂപയുടെ വരെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുപോലത്തെ പ്രധാനപ്പെട്ട സ്കീമുകളെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറപ്പായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഒരു ചോദ്യം ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ മെറ്റൽസ്. അല്ലെ, മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശരിയായിട്ടുള്ള ഭാഗം ഏതാണ്? മെറ്റൽസ് അല്ലെ, കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. മെറ്റൽസ് ഹാവ് 1 to 3 വാലൻസി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 വരത്തില്ല, 8 വരത്തില്ല, 4 വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന. കാരണം ഒരു വസ്തു മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? മെറ്റലിൻ്റെ പ്രത്യേകത, മെറ്റലെല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ കളയാൻ ഇഷ്ടപ്പെടുന്നവരാണ് മെറ്റൽ എന്ന് പറയുന്നത്. അവർ പോസിറ്റീവായി മാറാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റിൽ 8 എണ്ണമാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 1, 2, 3 എണ്ണമൊക്കെയാണ് ഔട്ടർ ഉള്ളതെങ്കിൽ ഇവന്മാരെ കളഞ്ഞിട്ട് സ്റ്റേബിൾ ആവുന്നതാണ് ഈസി. സോ മെറ്റലുകൾക്കെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റിനകത്ത് 1, 2, 3 ഇലക്ട്രോണുകളെ കാണുകയുള്ളൂ. അവരെ ലൂസ് ചെയ്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് അയോണായിട്ട് മാറുന്നതാണ് മെറ്റലുകൾക്ക് ഇഷ്ടം. ഉദാഹരണം നോക്കിയാൽ ഒന്നാമത്തെ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്സുകൾ വ്യക്തമായിട്ട് കണ്ട് പോവുക. അതിൽ നമുക്ക് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് കിട്ടും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെൽ ഡിവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അത് സൈറ്റോകൈൻ ആണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്.
ഓക്സിൻ എന്ന് പറയുന്നത് നമ്മൾ നീളം കൂടാനായിട്ട് അല്ലേ, മുകളിലോട്ട് സ്റ്റെം വളരാനും താഴോട്ട് റൂട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഫോട്ടോട്രോഫിസം, ലൈറ്റിനനുസരിച്ചും സ്റ്റെമ്മിലും റൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് റൂട്ടിലും ഇത് പ്രവർത്തിക്കും. ഗിബർലിൻ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഗ്രോത്ത്, സീഡിലെ ഗ്രോത്തും സീഡിലെ ജെർമിനേഷനും ഫ്ലവറിങ്ങിനും വേണ്ടിയിട്ടാണ് എന്ത് ഗിബർലിൻസ് യൂസ് ചെയ്യുന്നത്. സൈറ്റോകൈൻ നമ്മളിപ്പോൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? സെൽ ഡിവിഷന് വേണ്ടിയിട്ടാണ്. അബ്സിസിക് ആസിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റെഗുലേറ്റിംഗ് വാട്ടർ ലോസും അതുപോലെ എന്താണ് സീഡ് ഡോർമൻസി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? മാസും വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല, പക്ഷേ വെയിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ശരിയാണ്. കാരണം ഒരു ഒബ്ജക്റ്റിനകത്തുള്ള മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാസ് എന്ന് വിളിക്കുന്നത്, അല്ലെ എമൗണ്ട് ഓഫ് മാറ്റർ. അതിപ്പോൾ എവിടെ കൊണ്ടുപോയാലും മാറത്തില്ല. പക്ഷെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ഭൂമി എത്രത്തോളം ഗ്രാവിറ്റി കൊണ്ട് അട്രാക്ട് ചെയ്യുന്നു, അല്ലേ, എം ജി. അപ്പോൾ ഈ ജി എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല. അത് ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കുറവും ഈ പറയുന്ന പോളിൻ്റെ ഭാഗത്ത് കൂടുതലുമാണ്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് വെയിറ്റ് കുറവായിരിക്കും, പോളിൻ്റെ ഭാഗത്ത് വെയിറ്റ് കൂടുതലായിരിക്കും. സോ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മാസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യത്ത് ഇല്ല. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് കണ്ടക്ട് ദ ഓത്ത് ഓഫ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അതായത് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പ്രൈം മിനിസ്റ്റർ അല്ല, വൈസ് പ്രസിഡന്റ് അല്ല, അറ്റോർണി ജനറൽ അല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് പ്രസിഡന്റിന് എന്ത് ചെയ്യുന്നത്? ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടെന്ന് നോക്കി വയ്ക്കുക. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 52 53 പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്നു. 54 പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പവറിനെ പറ്റി പറയുന്നു. ഇനി 61 പ്രസിഡന്റ് ഇംപീച്ച്മെന്റിനെ പറ്റിയാണ് പറയുന്നത്, എങ്ങനെ പ്രസിഡന്റിനെ പിടിച്ച് പുറത്താക്കാം. 72 ഗ്രാൻഡിങ് പാർഡൻസ്, നമ്മൾ ഈ പറയുന്ന മാപ്പ് ദയാഹർജിയെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 1, 2, 3 123 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയുന്നത്? സാധാരണ നമ്മൾ കൗണ്ട് ഡൗൺ ആണ് അല്ലേ, 1, 2, 3 കഴിഞ്ഞ് നമ്മൾ എന്ത് പറയുക? ഓടിക്കോളാൻ പറയും. ഒരു റൈസ് ആണെന്ന് വിചാരിക്കുക, ഓടാൻ നിങ്ങൾ നിൽക്കുക എന്ന് വിചാരിക്കുക. 1, 2, 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓടി തുടങ്ങുമെന്ന് ആലോചിച്ചാൽ മതി. കാരണം ആർട്ടിക്കിൾ 1, 2, 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഡിനൻസ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എങ്ങനെ എൻ്റെ കോഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓടിക്കൊള്ളണം. കാരണം 1, 2, 3 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഡിനൻസ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത്, അവധി സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ കൊണ്ടുവരുന്ന ഓർഡിനൻസിലൂടെയാണ്. 1 ജൂൾ പെർ സെക്കൻഡ് എന്തിന് ഈക്വൽ ആണ്? അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വർക്ക് ആണ്. ബൈ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ടൈമാണ്. അപ്പോൾ വർക്ക് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? അത് പവറാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വാട്ട്. സോ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം, വർക്കിൻ്റെ യൂണിറ്റ് ആണ് ജൂള്, ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡിനാണ് എന്തെന്ന് പറയുന്നത്? വാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടും, ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 746 വാട്ടാണ്. നോക്കി വെച്ചോളണം. ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാണ്? അത് 746 വാട്ടാണ്. അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? നമുക്കറിയാം. നമുക്ക് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് വരെയാണ് നമ്മൾ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ വന്നാൽ അതിനെയാണ് നമ്മൾ അൾട്രാസോണിക് എന്നും, അതിന് കുറവ് വന്നാൽ നമ്മളതിനെ എന്ത് വിളിക്കും? ഇൻഫ്രാസോണിക് എന്നും വിളിക്കുക. അപ്പോൾ നോക്കിയേ, അൾട്രാസോണിക് സൗണ്ട് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? 20,000 ഹെഡ്സിന് കൂടുതലായിട്ടുള്ളതാണ് എന്ത്? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. 20,000 ഹെഡ്സിന് മുകളിൽ. വവ്വാല് പോലെയുള്ള ചെറിയ ജീവികൾ ഉണ്ടാക്കുന്ന അൾട്രാസോണിക് സൗണ്ടും, തിമിംഗലം അതുപോലെയുള്ള വലിയ ജീവികൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ഇൻഫ്രാസോണിക് സൗണ്ടുമാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, നെക്സ്റ്റ്, സബ്ലിമേഷൻ സാധിക്കുന്നത് ആർക്കാണ്? അത് അമോണിയം ക്ലോറൈഡിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സബ്ലിമേഷൻ ചെയ്യാൻ പറ്റുന്നത്. സബ്ലിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോളിഡ് ഡയറക്റ്റായിട്ട് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. എന്തിലോട്ട് മാറാതെ? ലിക്വിഡായിട്ട് മാറാതെ, അല്ലേ? നമ്മൾ കെമിസ്ട്രി പഠിച്ചതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മാറ്റർ എന്ന ഭാഗത്താണെന്ന് തോന്നുന്നു. ഇത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്. ലേറ്റൻറ്റ് ഹീറ്റും പഠിപ്പിച്ചു തന്നു. ഓർമ്മയില്ല? എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തു കംപ്ലീറ്റ് ആയിട്ട് സോളിഡിൽ നിന്നും ഗ്യാസിലേക്ക് മാറാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ് അല്ലെങ്കിൽ എനർജിയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഡ്രൈ ഐസ്, ക്യാംഫർ, സ്നോ ആൻഡ് ഐസ് ഒക്കെ എന്ത് കാണിക്കും? സബ്ലിമേഷൻ കാണിക്കും. നാഫ്തലിൻ ടാബ്ലറ്റ് സബ്ലിമേഷൻ കാണിക്കുന്ന ഒന്നാണ്. പുകയായിട്ട് പോകും സോളിഡ് ഡയറക്റ്റ് ആയിട്ട്. കർപ്പൂരം നമ്മൾ കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് തുറന്നു വെച്ചാൽ അത് കാണാതാവും, പക്ഷേ അവിടെ വെള്ളമൊന്നും കാണത്തില്ല. ഇനി ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ബോഡീസ്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള രണ്ട് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? ന്യൂട്ടൻ്റെ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ പറയുന്ന പോലെ. അപ്പോൾ ന്യൂട്ടൻ്റെ 3 നിയമങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും. എന്താ ഈ പറയുന്നത്?
റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ഇരിക്കും, മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റ് മോഷനിൽ തന്നെ ഇരിക്കും. എപ്പോൾ വരെ? പുറത്തു നിന്നൊരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെ അത് എന്ത് സ്റ്റേറ്റിലാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത് അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നെക്സ്റ്റ് ചോദ്യം, ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന ഈസ് ഓൾസോ നോൺ as. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജനയുടെ മറ്റൊരു പേര് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ്. കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന കാര്യമാണ്. 500 കോടിയുടെ പദ്ധതിയാണ്. നമ്മളിതിനെ എന്ത് വിളിക്കും? രാഷ്ട്രീയ ഷഹറിയ അജീവിക മിഷൻ. ഷഹർ എന്ന് വെച്ചാൽ സിറ്റി എന്നാണല്ലോ, അർബൺ എന്നാണല്ലോ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കീമായിട്ട് വരുന്നതാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലൈവ്ലിഹുഡ് മിഷൻ. അപ്പോൾ NHM എന്ന് പറയുന്ന ഹെൽത്ത് മിഷൻ്റെ കാര്യവും നമ്മൾ നോക്കണം. ഇവിടെ നിന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ അവരുടെ സ്കീമുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 or more lines are dash if and only if all of them passes through the same point. ഒരു പോയിന്റിൽ കൂടെ പോകുന്ന ലൈനുകളെ വിളിക്കുന്ന പേരെന്താണ്? അത് കൺകറന്റ് ലൈനുകൾ എന്നാണ്. 2 പരസ്പരം ഇങ്ങനെ പോകുന്ന ലൈനുകളെയാണ് നമ്മൾ പാരലൽ എന്ന് വിളിക്കുന്നത്. ഒരു ലൈനിൽ നിന്ന് 90 ഡിഗ്രിയിൽ ക്രോസ് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് നമ്മൾ പെർപെൻഡിക്കുലാർ എന്ന് വിളിക്കുന്നത്. ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ നിൽക്കുന്ന പല പോയിന്റുകൾ, ഒരു ലൈനിൽ കാണുന്ന 3-4 പോയിന്റുകൾ അല്ലെങ്കിൽ പല പോയിന്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോലീനിയർ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടെ, ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന പല ലൈനുകൾ നമ്മൾ കൺകറന്റ് ലൈനുകൾ എന്ന് വിളിക്കുന്നു. ഈ പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് വിളിക്കും. പരസ്പരം തട്ടാതെ നേരെ പോകുന്ന ലൈനുകൾ പാരലൽ, 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്ന ലൈനുകൾ പെർപെൻഡിക്കുലാർ, ഒരു ലൈനിലെ പോയിന്റുകൾ നമ്മൾ കോലീനിയർ ലൈനുകൾ എന്ന് വിളിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈബറുകൾ കാണാത്ത കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലഡ് ആണ്. ബ്ലഡിനകത്ത് എന്തില്ല? ഫൈബർ ഇല്ലാത്തൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോ രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനകത്ത് പ്ലാസ്മയുണ്ട്, ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്, അതുപോലെ പ്ലേറ്റ്ലെറ്റും ഉണ്ട്. സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നോക്കിക്കോളാം. ഓക്കെ, മറ്റ് കണക്റ്റീവ് ടിഷ്യൂവിനെ അപേക്ഷിച്ച് എന്തില്ല? ഫൈബർ ഇല്ല. ഇതിലെ പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ലിക്വിഡ് പാർട്ടാണ്, ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നു. WBC, RBC ഒക്കെ അതിനകത്തുണ്ട്. ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് പിന്നീട് വ്യക്തമായിട്ട് പഠിക്കാം. ഇനി സ്റ്റോൺ ഈസ് ടൈഡ് ടു എ സ്പ്രിംഗ് ബാലൻസ്. ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, അതിലൊരു കല്ലിനെ നമ്മൾ കെട്ടിയിട്ടേക്കാണ്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ് വിൽ ഷോ ദ ലീസ്റ്റ്. താഴെ തന്നിട്ടുള്ള ഏത് കണ്ടീഷനിലാണ് ഈ പറയുന്ന സ്പ്രിംഗ് ബാലൻസിലെ റീഡിംഗ് ഏറ്റവും കുറവ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ കല്ലിന് ഏറ്റവും കുറവ് വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒന്ന്, വെൻ ദ സ്റ്റോൺ ഈസ് പാർഷ്യലി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. ഈ കല്ലിനെ ഞാൻ ഒരു വെള്ളം എടുത്തു, പാത്രം എടുത്തു, വെള്ളം എടുത്തു, അതിൽ പകുതി ഇങ്ങനെ മുക്കി വെച്ച് നോക്കുന്നു. ഇനി കംപ്ലീറ്റ് ആയിട്ട് മുക്കി വെച്ച് നോക്കുന്നു, സർഫസിൽ വെച്ച് നോക്കുന്നു, എയറിൽ സസ്പെൻഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബോയൻസി എന്ന് പറയുന്ന, ഇത് ബോയൻസി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് നമ്മളൊരു വസ്തുവിനെ ലിക്വിഡിലേക്ക് മുക്കുന്ന സമയത്ത് ലിക്വിഡിലുള്ള മോളിക്യൂളുകൾ ഈ പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും. ഈ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോയൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ബോയൻ്റ് ഫോഴ്സ് കൊടുക്കുന്ന കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, പക്ഷേ ബോയൻ്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ എന്ത് പറ്റും? താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോയൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എപ്പോഴും നമ്മൾ എത്രയായിട്ട് കാണും? കുറവായിട്ട് കാണും. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയി വെള്ളത്തിനകത്തേക്ക് മുക്കി വയ്ക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിലോട്ട് മാക്സിമം ബോയൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുകയും ആ ബോയൻ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും? കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്സിൽ ബോയൻ്റ് ഫോഴ്സ് നമ്മൾ ടോപ്പിക് എത്തിയിട്ടില്ല, ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. റാണി ലക്ഷ്മിഭായ് മരിക്കുന്നത് ഏത് വർഷമാണ്? അത് 58-ലാണ് മരിക്കുന്നത്. 57-ലെ വിപ്ലവ നായികയിൽ ഒരാളായിരുന്നു നമ്മുടെ റാണി ലക്ഷ്മിഭായ് എന്ന് പറയുന്നത്. അത് ഝാൻസിയിലെ റാണിയായിരുന്നു. ഝാൻസിക്ക് റാണി എന്ന് പറയും. ഗംഗാധര റാവുവിൻ്റെ ഭാര്യയായിരുന്നു. അതുപോലെ ദാമോദർ റാവുവിൻ്റെ അമ്മയായിരുന്നു. മനു എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? റാണി ലക്ഷ്മിഭായി ആണ്. 1858 ജൂൺ മാസം 18-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? അവർ കൊല്ലപ്പെടുന്നത് ഗ്വാളിയാറിൽ, ബാറ്റിൽ ഓഫ് ഗ്വാളിയാറിൽ വെച്ചിട്ട്. ഓക്കെ, ശരി. കുതിരയുടെ പേര് ബാദൽ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർക്കൊരു കുതിര ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 57-ലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും അതിൻ്റെ പ്രധാന സ്ഥലങ്ങളും അവിടെ നയിച്ച ആൾക്കാരും ഉറപ്പായിട്ട് ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഓരോ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ,
1781 നമ്മുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വാരൻ ഹാസ്റ്റിംഗ്. അതൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? വാരൻ ഹാസ്റ്റിംഗ് ആണ്. അദ്ദേഹം മദ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പോൾ ഈ 1700 കാലഘട്ടത്തിലൊക്കെ ഇവരുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കൽക്കട്ട, വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മദ്രസ് സ്ഥാപിച്ചത് ഇവിടെ തന്നെയാണ്, കൽക്കട്ടയിലാണ്. ഈ കാലഘട്ടത്തിൽ ഇവർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി, അങ്ങനെ പ്രധാന പല ചോദ്യങ്ങളുടെ ഉത്തരം കൽക്കട്ട തന്നെയാണ് വരുന്നത്. അപ്പോൾ വാരൻ ഹാസ്റ്റിംഗ് 1773 മുതൽ 1785 വരെ ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു വാരൻ ഹാസ്റ്റിംഗ് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് എന്ത് ചെയ്യുന്നത്? ആദ്യമായി നിയമിതനാകുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. 2017 പത്മശ്രീ ലഭിച്ച സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് ശേഖർ നായിക് ആണ്. അദ്ദേഹം ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗമായിരുന്നു. നമുക്ക് 24 കാര്യം നോക്കാം. 24 സ്പോർട്സിൽ പത്മശ്രീ കിട്ടിയിൽ ഓർത്ത് വയ്ക്കേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് രോഹൻ ബൊപ്പണ്ണ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ടെന്നീസ് താരമാണ്. ജോഷ്ന ചിന്നപ്പ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വാഷ് താരമാണ്. ഹർബീന്ദർ സിംഗ് എന്ന് പറയുന്നത് ഹോക്കി പ്ലെയർ ആണ്. 3 പേരെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. പത്മ അവാർഡുകൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി 4ാമത്തെയും 5ാമത്തെയും പീരീഡിൽ എത്ര എലമെൻറ്റുകളുണ്ട്? 18 എലമെൻറ്റുകളുണ്ട്. പീരിയോഡിക് ടേബിൾ ഫുള്ള് നമ്മൾ പഠിപ്പിച്ചു, ഫുൾ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണുന്ന കുട്ടിയൊക്കെ ഇത് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഫൈൻഡ് ദ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഇത് ഏത് പൊട്ടനും പറയാൻ പറ്റും അല്ലേ? മഹേന്ദ്ര സിംഗ് ധോണിക്കാണ് ഇതിനകത്ത് വരാത്ത ആളെന്ന് പറയുന്നത്. വിച്ച് കൺട്രി വാസ് ദ സാനോ ക്രിക്കറ്റ് കറി ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് ബൈ ICICI? ഈ കറി എന്ന് പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണെന്ന് ഈ പറയുന്ന എന്ത്? ഈ പറയുന്ന സാനോ ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഇത് ക്രിക്കറ്റ് മാച്ചാണ് ബിറ്റ്വീൻ ഇന്ത്യൻ ടീംസ് ആൻഡ് ജാപ്പനീസ്. കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ട്. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് 2008 ആരംഭിക്കുന്നത്. സിറ്റി ഓഫ് ക്രിക്കറ്റ് സാനോ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ഒരു മറൈൻ ഫിഷ് ഏതാണ്? ജെല്ലി ഫിഷ് ആണോ, സിൽവർ ഫിഷ് ആണോ, സ്റ്റാർ ഫിഷ് ആണോ, ഡോഗ് ഫിഷ് ആണോ? അതായത് ഒരു മീൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ജെല്ലി ഫിഷ് ഒരു കറക്റ്റ് മീൻ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. സ്റ്റാർ ഫിഷ് അല്ല ഒരിക്കലും. ഓക്കെ. സിൽവർ ഫിഷ് അല്ല. സോ ഉത്തരം ഡോഗ് ഫിഷ് ആണ്. അതായത് മീൻ എന്ന് പറയുന്ന നമ്മൾ ഈ ഫിസ് എന്ന് പറയുന്ന ഫിസസ് അല്ലേ? കറക്റ്റ്. ഫിസസ് ക്ലാസ്സിനകത്ത് വരുന്ന കോറിഡേറ്റ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഫൈലത്തിൽ വരുന്ന ഡോഗ് ഫിഷ് ആണ് ഒരു പ്രോപ്പർ മീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫിസസ് എന്ന് പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. എനിക്ക് നാക്കിൽ അങ്ങനെ വരുന്നുള്ളൂ. ഇനി ഇതിൽ എന്തിനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റാത്തത്? എനർജിയാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ നിയമത്തെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്തുവാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്? ജൂലിയസ് റോബർട്ട് മേയറും അതുപോലെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളും ഹെർമൻ വോൺ ഹെംഹോൾട്ടും കൂടി ചേർന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് പ്രപ്പോസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ആർ ദ ബെസ്റ്റ് ഇൻസുലേറ്റേഴ്സ്? തന്നിട്ടുള്ള ബെസ്റ്റ് ഇൻസുലേറ്റർ ഏതാണ്? പ്ലാസ്റ്റിക്, എബണൈറ്റ്, പേപ്പർ, കോട്ടൺ, ബാക്ക്ലൈറ്റ്, ഡ്രൈ എയർ, റബ്ബർ. സി ആണ് ഏറ്റവും നല്ല കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. വെൻ ടു ഈക്വൽ ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി, 2 ഈക്വൽ ഫോഴ്സസ് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് 5 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട്, 5 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? വടംവലി ആലോചിച്ചാൽ മതി. ഒരു ടീം അങ്ങോട്ട് വലിക്കുന്നു, ഇപ്പുറത്തെ ടീം അങ്ങോട്ട് വലിക്കുന്നു, രണ്ടുപേരും ഈക്വൽ ഫോഴ്സിലാണ് വലിക്കുന്നതെങ്കിൽ വടം അങ്ങോട്ട് മൂല ഇങ്ങോട്ട് മൂല. കാരണം ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 സോ 0 ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത് സുൽത്താൻപൂർ നാഷണൽ പാർക്ക് എവിടെയാണ്? സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഹരിയാനയിലാണ്. അതൊരു ബേർഡ് സാങ്ച്വറി ആണ്. ഓക്കെ. എവിടെയാണ്? ഹരിയാനയിൽ ഗുർഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ഈ പറയുന്ന നമ്മുടെ സുൽത്താൻപൂർ നാഷണൽ പാർക്ക്. മൈഗ്രേറ്ററി ബേർഡ്സിന് ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അന്നത്തെ പത്രത്തിലോ വാർത്തകളിലോ ഇത് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്. എ ബില്യൺ ഡ്രീംസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി അതാണ് എല്ലാവർക്കും അറിയില്ല, സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് പേസ് ചെയ്ത് ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഈ പറയുന്ന ബില്യൺ ഡ്രീംസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എഴുതിയത് ജെയിംസ് എർസ്കിൻ ആണ്. ഓക്കെ. സണ്ണി ഡേയ്സ് എന്ന് എഴുതിയത് സുനിൽ ഗവാസ്കർ ആണ്. ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടേതാണ്. അത് ഗുലു എസ്കേൽ, എന്ത് പേരല്ലേ ഇതൊക്കെ, എഴുതിയ ബുക്കാണ്. ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്? ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേം എന്ന് പറയുന്നത്. മറ്റൊന്നുണ്ടല്ലോ ജിംനോസ്പേം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവർ ഇല്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൻജിയോസ്പേം റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? അത് പൂക്കൾ, ഫ്ലവർ ആണ്. അപ്പോൾ ആൻജിയോസ്പേമുണ്ട്, ജിംനോസ്പേമുണ്ട്.
ആൻജിയോസ്പേം എന്ന് പറയുന്നത് പൂക്കളിലൂടെ സീഡുകൾ ഫോം ചെയ്യുന്നു. ജിംനോസ്പേം പൂക്കളില്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. സീഡ് എന്ന് പറയുന്ന ഫ്രൂട്ടിനകത്തായിരിക്കും, ജിംനോസ്പേമിനകത്ത് അങ്ങനെ ആയിരിക്കത്തില്ല. ഫ്ലവറും ഫ്രൂട്ടും വഴിയായിരിക്കും, പക്ഷേ കോണായിരിക്കും. നമ്മൾ ഇവിടെ പൈനൊക്കെ ആലോചിച്ചാൽ മതി, അതിനകത്തൊക്കെ കാണുന്നതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബാക്കി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. തൽക്കാലം ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത 8 ohm റെസിസ്റ്റൻസ് വയർ ഈസ് ഡബിൾ ഓൺ ഇറ്റ്, കാൽക്കുലേറ്റ് ദ ന്യൂ റെസിസ്റ്റൻസ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന് അടുത്ത് പോലെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വയറുണ്ട്, ഇതുണ്ട്, ഒരു വയറുണ്ട്. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ohm ആണ്. ഇതിനെ ഡബിൾ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിനെ എന്ത് ചെയ്തു? ഞാൻ മടക്കി ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്ത് ചെയ്തു? മടക്കി വെച്ചു. മടക്കി വെച്ചു, ഇത്ര ശരിയായില്ല അല്ലേ? നോക്കിയോ, ഇതിനെ എന്ത് ചെയ്തു? മടക്കി ഇത് ഇങ്ങനെയാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനുള്ള റെസിസ്റ്റൻസ് ഡബിൾ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ മടക്കി വെച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇപ്പോൾ ഇത്രയായിരുന്നു ലെങ്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഡബിൾ ഓൺ ഇറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് എത്രയായിട്ട് മാറും? ആദ്യത്തിൻ്റെ പകുതിയായിട്ടുണ്ടാവും അല്ലേ. ഇത്രയാണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ മടക്കി വെച്ചപ്പോൾ എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ് അല്ലേ. ഈ വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത്? 8 ohm എന്ന് പറയുന്നത്. പക്ഷേ പുതുതായിട്ട് മടക്കി കഴിഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറി? അത് റോ ഇൻറ്റു L/2 ഇൻറ്റു എന്താണ്? 1/2A എന്നായി അല്ലേ. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോയ്ക്ക് മാറ്റമില്ല. റോ എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഈ ഫോർമുല പഠിക്കും. ഓക്കെ, റെസിസ്റ്റിവിറ്റിയാണ്, അത് മെറ്റീരിയലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അത് മടക്കിയാലും വലിച്ചു നീട്ടിയാലും ലെങ്ത് കൂട്ടിയാലും കുറച്ചാലും ഒന്നും അത് ബാധിക്കത്തില്ല. അപ്പോൾ റോയ്ക്ക് മാറ്റമില്ല. ഒരു L ഇവിടെ ഉണ്ട്, ഞാനതിൽ പുറത്തെടുത്തു, ബൈ ഒരു A പുറത്തെടുത്തു. പിന്നെ എന്താ ഉള്ളത്? 1/2 × 2 1/4 ആണുള്ളത്. നോക്കടാ, ഇത് റോ L/A എന്ന് പറയുന്നത് 8ന് ഈക്വൽ അല്ലേ. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 × 1/4 എന്നായിരിക്കും. 8 × 1/4 എന്ന് വെച്ചാൽ അത് 2 എന്നല്ലേ. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ohm ആയിരിക്കും. കേട്ട് നിങ്ങളുടെ തലയിലെ കിളികളൊക്കെ പറന്നു പോയിട്ടുണ്ടാവും, പേടിക്കേണ്ട. നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഫുള്ള് വ്യക്തമായിട്ട് എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? അത് 1 ആണ്. അത് എത്രയാണ്? 1 ആണ്. അതാണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻ എലമെന്റ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 17 വിൽ റിസംബിൾ സ്വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്. നമ്മൾ പീരിയോഡിസിറ്റി പഠിച്ചതാണ് അല്ലേ. 17 എന്ന് പറയുന്ന എലമെന്റിൻ്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്നത് അതിൻ്റെ താഴെ ഉള്ളവനായിരിക്കും. അതിൻ്റെ എലമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 35 ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ് പ്ലേലിസ്റ്റ് പോയാൽ കിടപ്പുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് എടുത്ത് കണ്ടു നോക്കും അല്ലേ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. സൗണ്ട് ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? അത് ആൾക്കാർ സംസാരിക്കുന്ന കാരണമൊന്നുമല്ല, അത് വൈബ്രേഷൻ കാരണമാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ കാരണമാണ് എന്തുണ്ടാകുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൗണ്ട് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം. സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു മീഡിയം ആവശ്യമാണ്, പക്ഷേ ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യം ഇല്ല. ദ ഓർഗൻസ് ദാറ്റ് ഹാവ് ഡിഫറൻറ്റ് ബേസിക് സ്ട്രക്ചർ ബട്ട് ഹാവ് സിമിലർ അപ്പിയറൻസ്. അതായത് ഒരേപോലത്തെ ഓക്കെ ബേസിക് സ്ട്രക്ചർ, അതായത് രൂപപ്പെട്ടിട്ടുള്ളതും അതിൻ്റെ ഷേപ്പും ഒക്കെ വ്യത്യാസമാണെങ്കിലും അത് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ ഒന്നാണ്. അങ്ങനെയുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേര് അനോലോഗസ് ഓർഗൻസ് ആണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇപ്പോൾ നോക്കിയോ, ഇൻസെക്റ്റുകളായാലും ശരി, ബേർഡ്സ് ആയാലും ശരി, ബാറ്റ് ആയാലും ശരി, ഇതിന് വിങ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷേ ഇൻസെക്റ്റിലെ വിങ്സിനെ പോലെ അല്ല ബേർഡ്സിൻ്റെ വിങ്സ്. ഇത് രണ്ടും പോലെയല്ല ബാറ്റിൻ്റെ വിങ്സ്. പക്ഷേ ഇത് മൂന്നും വ്യത്യസ്തമാണെങ്കിലും അവർ ചെയ്യുന്ന ജോലി സെയിമാണ്. അപ്പോൾ ഒരേ ജോലി ചെയ്യുകയും വ്യത്യസ്തമായി കാണാനും ഒറിജിനൊക്കെ ഉള്ള വസ്തുക്കൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അനോലോഗസ് ഓർഗൻ എന്നാണ്. ഓക്കെ, മാമൽസ് ആയാലും അതുപോലെ തന്നെ ഒക്ടോപ്പസിൻ്റെയും കണ്ണുകൾ ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവരുടെ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, പെരിയാർ നാഷണൽ പാർക്ക് എവിടെ? ഇത് അറിഞ്ഞുകൂടെങ്കിൽ നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. കേരളത്തിലാണ്. സേതു ഭാരതം പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ വെച്ച് നോക്കിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പ്രോഗ്രാമൊക്കെ കൊടുക്കുന്ന പല പേരുകളിലും ഈ ഹിന്ദി വാക്കുകളുണ്ടാവും. അപ്പോൾ ഈ ഹിന്ദി വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സേതു ഭാരതം എന്ന് പറയുമ്പോൾ സേതു എന്ന് പറയുമ്പോൾ നമ്മുടെ രാമസേതു അല്ലെ, പാലം. അപ്പോൾ എന്താണ്? ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ ഹൈവേയിലുള്ള ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്. സോറി, ഞാൻ C ആണ് ക്ലിക്ക് ചെയ്തത്. A ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൈമറി സെക്ടറിൽ വരുന്ന ഏതാണ്? എക്കണോമിക്സ് വരുന്നതാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ കൃഷി, സെക്കൻഡറി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറി ചെയ്യുന്നത്, ടെറിഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സേവന മേഖല എന്നാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? D ആണ്. ഓക്കെ, പ്രൈമറി എന്ന് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ഡയല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു അയൺ ഫില്ലിങ്സ്. നമ്മൾ അയൺ ഫില്ലിങ്സ് അഥവാ ഇരുമ്പിലോട്ട് എന്ത് ചെയ്യുന്നു? ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ അയണും ക്ലോറിനും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? FeCl2ഉം
ബാക്കിയുള്ള ഹൈഡ്രജൻ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തായും ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇവോൾവ് ചെയ്യും. റിയാക്ഷൻസ് പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കും. സോ എന്താണ് ഹൈഡ്രജൻ ആണ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. ഓക്കെ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്സിജൻ ലങ്സിൽ വെച്ചിട്ട് ഓക്സിജൻ ബ്ലഡിലോട്ട് അലിയും, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലോട്ട് വരും. ശരിയല്ലേ? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അത് രക്തത്തിൽ പോവും, ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മൾ എക്സൈൽ ചെയ്യും. സോ സി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി T20 ഇന്റർനാഷണൽ 2000 റൺസ് തികച്ച ഫീമെയിൽ ക്രിക്കറ്റർ ആരാണ്? അത് മിതാലി രാജാണ്. ഇടയ്ക്ക് പരസ്യത്തിൽ അല്ല, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ എത്ര റൺസ് തികച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മിതാലി രാജാണ്. മിക്ക വർഷവും ഇത് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓസ്കാർ 2017 ഓസ്കാർ കിട്ടിയത് ആർക്കാണ്? മൂൺലൈറ്റിനാണ്. എന്നാൽ ഇപ്പോൾ ഓസ്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു അല്ലേ? ഈ അടുത്ത് പ്രഖ്യാപിച്ചു ഓസ്കാർ കിട്ടിയ സിനിമ ഏത്? നിങ്ങൾ കമൻറ്റ് ചെയ്തേ. ഞാനത് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ ടെലഗ്രാം ചാനലിലും അതിൻ്റെ പേരും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉത്തരം അറിയാം. കമൻറ്റ് ചെയ്തേ ഏത് പടത്തിനാണ് ഇപ്പോഴത്തെ ഓസ്കാർ കിട്ടിയെന്നുള്ളത്. ഓക്കെ, KUSUM സ്കീം പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? KUSUM പ്രോജക്റ്റ് എന്താണ്? ഓക്കെ, പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥൻ മഹാ അഭിയാൻ എന്നാണ്. അതെന്താണ്? സോളാറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സ്കീമാണ്, സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ജനറൽ സയൻസ് ജനറൽ അവയർനെസ് ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ അറിയാലോ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇപ്പോഴും ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. PDF വേണ്ട ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക.